ഇന്ന് കേട്ടത് എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് മുന്നില് ക്രൂശ് അനുഭവിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുൻപേ, അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം സമയം കർത്താവ് ഈ ലോകത്ത് ഇരിക്കുന്നില്ല. അപ്പോ മുന്നിലെ ക്രൂശ് കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. മുന്നിൽ എന്താണ്? ക്രൂശില് രണ്ട് കൈകളും വിരിച്ച്, അത് കൈകൾ വിരിച്ചിട്ട് എങ്ങനെയാ? ആണി അടിച്ച് കയറ്റിയിരിക്കുക. പിന്നെ കാലിലും. അത് കണ്ടുകൊണ്ട്, ഇനിയിപ്പോ നടക്കാൻ പോകുന്ന കാര്യം കർത്താവിന് അറിയാം. അത് കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്ത്? എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാൻ. അത് കാണുമ്പോ കർത്താവിന് സന്തോഷമാണ്. ഈ കഷ്ടത അനുഭവിക്കുന്നത് കൊണ്ട് അവനൊരു നേട്ടം ഉണ്ടാകുന്നു, സഭയെ ലഭിക്കുന്നു. ആ സഭയെ ലഭിക്കുന്ന ആ സന്തോഷം കണ്ടുകൊണ്ട് കർത്താവ് ഈ ക്രൂശിനെ കാണുന്നത്, എന്റെ ഈ സന്തോഷം, ഏറ്റവും കഠിനമായ, ഏറ്റവും ഉപദ്രവിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, നിഷേധിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യം കണ്ടുകൊണ്ട്, ആ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞ് അത് അനുഭവിച്ചു കഴിയുമ്പോൾ എന്താണ് കർത്താവിന് ലഭിക്കുന്നത്? കർത്താവിന് തന്റെ സഭയെ ലഭിക്കുന്നു. ആ സന്തോഷം കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം. അത് തന്നെയല്ല, ആ സന്തോഷം പൂർണ്ണമാകണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷം നമുക്കുണ്ടോ? എത്ര സന്തോഷിക്കുന്നെന്ന് പറയുമ്പോഴും അതിന്റെ അടിയിൽ ഒരു കരച്ചില് ഉണ്ടായിരിക്കും, ഒരു സന്തോഷമില്ലായ്മ ഉണ്ടായിരിക്കും. പക്ഷെ കർത്താവ് കാണുന്നു, ക്രൂശില് കൈ വിരിച്ച് കിടക്കുന്ന അവൻ കാണുന്നുണ്ട്, നഗ്നനായി. ഒരു ചെറുപ്പക്കാരൻ നഗ്നനായി ക്രൂശിൽ കിടക്കുന്നു. ആൾക്കാരെല്ലാം അവനെ പഴിച്ചുകൊണ്ട് ദുഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അത് കണ്ടുകൊണ്ടാണ് അവൻ പറയുന്നത്, എന്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമായിരിക്കണം. ഇങ്ങനെയുള്ളൊരവസരത്തിൽ നമുക്ക് സന്തോഷമുണ്ടോ? നമ്മളും യേശുക്രിസ്തു ഈ ലോകത്തിലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ നടന്നുപോയതാ, പ്രവർത്തിച്ചവനാ. ആ കർത്താവിന് ഇതെല്ലാം കണ്ടുകൊണ്ട്, മുമ്പിൽ ഈ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് അവന് സന്തോഷമായിരിക്കാൻ കഴിഞ്ഞു. അപ്പോ നമ്മൾ ഫോളോ ചെയ്യുന്ന ആരെയാണ്? ഈ കർത്താവിനെയാണ്. ഈ കർത്താവിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രതികൂലങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ, പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാകട്ടെ, അതിന്റെ മധ്യത്തിൽ നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ പേര് മാറ്റണം, ക്രിസ്ത്യാനി എന്നുള്ള പേര് മാറ്റണം. ആ സന്തോഷം അനുഭവിക്കാനാണ്, ആ സന്തോഷം ലോകത്തിന് കൊടുക്കാനാണ്, ലോകത്തിൽ നമ്മളുമായിട്ട് ബന്ധത്തിൽ വരുന്നവർക്ക് ആ സന്തോഷം കൊടുക്കുവാനാണ് നമ്മളെ ഇവിടെ വെച്ചിരിക്കുന്നത്.
നമ്മൾ അങ്ങനെ സന്തോഷം കൊടുക്കുന്നവരാണോ? നമ്മൾ ലോകത്തിലെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് നമ്മൾ സന്തോഷം കൊടുക്കുന്നവരാണോ? അതോ അപവാദങ്ങള്, അസഹിഷ്ണുത ഇതെല്ലാമാണോ നമ്മൾ കൊടുക്കുന്നത്? എങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളല്ല. ക്രിസ്തുവിനെ പിൻപറ്റുന്നവരാണ് നമ്മൾ. കൂടെയുള്ളവർക്ക് സന്തോഷവും സമാധാനവും കൊടുത്തുക. നമ്മൾ അങ്ങനെയാണോ? നമ്മൾ ഓരോരുത്തരും അതിനും അന്യരല്ല, വീട്ടിലുള്ളവര്, ഒന്നുകിൽ ഭാര്യയ്ക്ക്, അല്ലെ ഭർത്താവിന്, അല്ലെങ്കിൽ മക്കൾക്ക്, അല്ലെങ്കിൽ അപ്പന് അമ്മയ്ക്ക്, ഇവർക്കൊക്കെ സന്തോഷം കൊടുക്കുന്നുണ്ടോ? അതോ അവർക്കും പ്രയാസമാണോ നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മുടെ ദൈനംദിന ചെയ്തികളെ നമ്മൾ വിവേചിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്താണ്? കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഇവർക്ക് സന്തോഷം കൊടുക്കാൻ. കർത്താവിന്റെ പാത പിൻപറ്റാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ അങ്ങനെയാണെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെയാണോ? അത് നമ്മൾ വിവേചിച്ചറിയണം. ഓരോ സാഹചര്യത്തിലും ജോലി ചെയ്യുന്നിടത്ത്, വീട്ടില്, മക്കളോട്, അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട് നമ്മൾ സന്തോഷം കൊടുക്കുന്നവരാണോ? അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള പേരിന് നമ്മൾ യോഗ്യരല്ല. ഈ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞതുപോലെ എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാൻ. യേശുക്രിസ്തുവിന് സന്തോഷമായിരുന്നു. അവന്റെ ഏറ്റവും പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് പോലും അവന്റെ അടുക്കലേക്ക് വന്നവർക്ക് അവൻ സന്തോഷമേ കൊടുത്തുള്ളൂ. അപ്പോ ആ യേശുവിനെ പിൻപറ്റുന്ന, യേശുവിന്റെ അനുയായികളായിരിക്കുന്ന നമുക്ക് ഈ കർത്താവിന്റെ സന്തോഷം കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ, അല്ലെ കൊടുക്കുന്നുണ്ടോ? അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്കിൽ നമുക്ക് ഇന്നൊരു വ്യത്യാസം ഉണ്ടാകട്ടെ. എന്റെ കൂടെയുള്ളവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കത്തക്കവണ്ണം ഞാൻ ആരുമായിട്ട് ഇടപെടുന്നോ അവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കത്തക്കവണ്ണം എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞാൻ അല്പം ഒന്ന് കഷ്ടത സഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാകാം. നമുക്ക് ഓരോരുത്തർക്കും സന്തോഷം ഉണ്ടാകാൻ കർത്താവ് ആഗ്രഹിച്ചു. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയിട്ട് നമുക്ക് യാതൊരു കഴിവില്ലാത്തതുകൊണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മുടെ പാപം മുഴുവൻ അവന്റെ മേലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ അവൻ ചെയ്തത്? നമ്മുടെ പാപം മുഴുവൻ ഈ യേശുവിന്റെ മേൽ. എന്നിട്ട് നമ്മൾ ആരും ഒരു പാപവും ചെയ്തിട്ടില്ലാത്തതുപോലെ ആക്കിയിട്ട് അതിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. എന്ത് മഹാസ്നേഹമാണ് ഈ കർത്താവ് നമുക്ക് തന്നത്. ആ സ്നേഹം പറ്റിയ നമ്മള്, ആ സ്നേഹം കൈക്കൊണ്ട നമ്മള് നമ്മുടെ സഹജീവികളോട് ഈ സ്നേഹം കൊടുക്കുന്നവരാണോ?
കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇന്നു മുതൽ അതൊരു വ്യത്യാസത്തിലേക്ക് വരാം. ചില കഷ്ടത്തിൽ കൂടെ നമുക്ക് കടന്നു പോകാം. നമ്മളെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവര് ഒരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോ ഒരു സ്നേഹത്തിന്റെ കരം നമുക്കൊന്ന് കൊടുക്കാം. അപ്പോഴേ നമ്മൾ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേരിന് അനുയോജ്യരല്ല. കർത്താവ് അവന്റെ ജീവൻ മുഴുവൻ അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റിത്തന്നു. എന്തിന്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റി തന്നെങ്കിൽ നമുക്ക് നമ്മുടെ സഹജീവികളോട് കരുണ കാണിക്കുന്നതിൽ, സ്നേഹം കൊടുക്കുന്നതിൽ നമുക്കും നമ്മുടെ രക്തത്തെ ഊറ്റിക്കളയാം, ഊറ്റിക്കൊടുക്കാം. അതിന് നമ്മൾ തയ്യാറാകുക. അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ക്രിസ്ത്യാനി എന്നുള്ള പേരിന് നമുക്ക് അർഹത വരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് വരാനായിട്ട് നമ്മളെ വെക്കുക. ഈ യേശുവിനെ കണ്ടുകൊണ്ട്, യേശു ചെയ്തത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ഓടുവാൻ ഇടയാകണം. നമ്മള് പറച്ചിലുള്ള ക്രിസ്ത്യാനി അല്ല, പ്രവൃത്തിയിലുള്ള ക്രിസ്ത്യാനിയായി നമുക്ക് മാറണം. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളെ ഇടപെടുന്ന ആൾക്കാർക്ക് നമ്മൾ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരാ ആകും. അവിടെ ആയിരിക്കും നമ്മുടെ സുവിശേഷം. ആ സുവിശേഷം അനുസരിക്കുന്നവരായി നമുക്ക് തീരാം. അതിനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ഒരു പേരിനുള്ള ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ജീവിക്കണ്ട. പേരിനുള്ള ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ജീവിക്കണ്ട. അനുസരിക്കുന്ന ക്രിസ്ത്യാനിയായി, ക്രിസ്തുവിന്റെ ശിഷ്യനായി. ശിഷ്യൻ എങ്ങനെ? ഗുരുവിനെ പോലെ, ഗുരുവിന്റെ അത്ര ആയി വരാൻ പ്രയാസമാ. പക്ഷെ ഗുരുവിനെ പോലെ, ഗുരുവിനെ പിൻപറ്റുന്നവരാകണം. നമുക്ക് നമ്മുടെ കർത്താവിനെ പിൻപറ്റുന്നവരായി നമുക്ക് തീരാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നന്ദി പറയുന്നു. ഞാൻ വിചാരിക്കായിരുന്നു നമ്മള് യേശുവിന്റെ അടുത്ത് വരുമ്പം യേശു നമുക്ക് തരണം എന്ന് നമ്മള് സാധാരണ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തിന്റെ, നമ്മുടെ ഈ സാധാരണ ജഡത്തിന്റെ ആവശ്യങ്ങളുമായിട്ടാണ് നമ്മൾ യേശുവിനെ സമീപിക്കുന്നത്. എന്നാ കർത്താവ് ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നത് നശിച്ചു പോകുന്ന ആഹാരമല്ല, ഈ നിത്യമായ എറ്റേണൽ വാല്യൂ ഉള്ള, മാറിപ്പോകാത്ത ചില കാര്യങ്ങൾ, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ തരാനാണ്. അത് യേശുവിന്റെ കയ്യിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. എറ്റേണൽ, നിത്യമായ വിലയുള്ള കാര്യങ്ങളാണ് യേശു ട്രഷറായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള, സൗരന്മാരൊക്കെ പറഞ്ഞ പോലെ, പറഞ്ഞു നിർത്തിയ പോലെ, നമ്മുടെ കയ്യിൽ ഉള്ളൊരു കാര്യമാണ് നമുക്ക് മറ്റൊരാൾക്ക്, അതും നമ്മൾ കേട്ട പോലെ ഇൻ ഫുൾ, അത് ഇൻക്രീസിങ് മെഷറിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ ഉള്ളിൽ ധാരാളമായിട്ടുള്ളതിൽ നിന്നാണ് നമ്മൾ ഒരാൾക്ക് എടുത്തു കൊടുക്കുന്നത്, എന്തു തന്നെയാണേലും. അപ്പം യേശുവിനെ സംബന്ധിച്ച് യേശുവിന് എറ്റേണൽ വാല്യൂ ഉള്ള, നിത്യ മൂല്യമുള്ള ചില കാര്യങ്ങൾ യേശുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് യേശുവിന്റെ സ്നേഹമായിരുന്നു. നമ്മൾ കേട്ട യേശുവിന്റെ സമാധാനമായിരുന്നു. നമ്മള് പാമ്പിനെയും തേളിനെയും ഒക്കെ ചോദിക്കുമ്പം
കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് എത്രയധികമായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഈ കാര്യം, ഈ സന്തോഷത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ദൈവം അറിഞ്ഞിട്ട് ദൈവം അതാണ് നൽകി നമ്മളെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ പല സാഹചര്യത്തിന്റെയും പല ബുദ്ധിമുട്ടുണ്ടാകുന്ന പല സാഹചര്യങ്ങളുടെ ഇടയിൽ വരുമ്പോൾ നമ്മുടെ ശ്രമം എന്താന്ന് ചോദിച്ചാൽ, കർത്താവെ എവരെ ഒന്ന് മാറ്റണേ, എവരെ ഒന്ന് രൂപാന്തരപ്പെടുത്തണേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് രാത്രിയിൽ ഉറക്കം ഉണർന്ന് വരുന്ന സമയത്ത് ഈ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ മാറ്റാനായിട്ടാണ്, അവരെ രൂപാന്തരപ്പെടുത്തണേന്നാ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ കർത്താവെ, എന്തുകൊണ്ട് ആ വ്യത്യാസം എന്നിൽ വന്നു തുടങ്ങിക്കൂടാ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ, അയ്യോ ഞാൻ മാറണോ? അതെ, നമ്മള് പറഞ്ഞ പോലെ നമ്മളിലാണ് ഈ കാര്യം, നമ്മൾ പറഞ്ഞ പോലെ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ കേൾക്കുന്ന നമ്മളിലാണ് ഈ സ്നേഹം, ഈ ജോയ്, ഈ സന്തോഷം വന്നു നിറയേണ്ടത്. അങ്ങനെ നമ്മളിൽ ഈ സന്തോഷം വന്നു നിറഞ്ഞാണ് അത് മറ്റുള്ളവരിലേക്ക്, നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും അടുത്തുള്ള ആളുകളിലേക്ക് അത് നിറഞ്ഞൊഴുകേണ്ടതിന്റെ ആവശ്യം ഞാൻ ഈ സമയങ്ങളിലൊക്കെ ദൈവം എന്റെ ജീവിതത്തിൽ കാണിച്ചു തരുന്നുണ്ട്. ആ നിലയില് തുടർമാനമായിട്ട് കർത്താവിനോട് ഈ ഒരു കാര്യം പ്രാർത്ഥിക്കാനായിട്ട് ദൈവം എനിക്ക് അതൊരു പ്രേരണ തരുന്നു. കാര്യം പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പല സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ശരിയായിട്ടുള്ള സ്നേഹം, പറഞ്ഞ പോലെ പുറമേ കാണുന്ന പെരിഫറലി ഉള്ള സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ അപ്പുറത്ത് വാസ്തവമായിട്ട് സാഹചര്യങ്ങൾക്ക് എടുത്തു കളയാൻ കഴിയാത്ത നിത്യമായ വിലയുള്ള ആ ഒരു സന്തോഷം കർത്താവേ എൻ്റെ ഉള്ളില് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നോട് ഈ ദൈവം സംസാരിച്ചതിന് മുന്നേ കർത്താവ് പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, എനിക്ക് ആ ശരിയായിട്ടുള്ള സന്തോഷം എൻ്റെ ഉള്ളിൽ വന്നു നിറയാനായിട്ട്, മറ്റുള്ളവരെ അതിലൂടെ ബ്ലസ് ചെയ്യാനായിട്ടും ദൈവം എന്നെയും സഹായിക്കട്ടെ. താഴ്മയുള്ളപ്പോഴ് ദൈവം നമുക്ക് കൃപ നൽകും. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയും. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ മുഖപ്രകാശം നമ്മിൽ ഉദിപ്പിക്കും. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങള്, സ്നേഹം, സന്തോഷം, സമാധാനം, അങ്ങനെയുള്ള ഫലങ്ങൾ നമ്മിൽ കായ്ക്കും. ഈ സന്തോഷം യേശുവിനെ അല്ലേ പിൻപറ്റുന്നത്? യേശു മുന്നിലുള്ള സന്തോഷം ഓർത്ത് അപമാനം, എതിർപ്പൊക്കെ സഹിച്ചു. അപ്പം നമുക്ക് യേശുവിനെ പിൻപറ്റാം. നമ്മൾ വാക്കിലുള്ള പറയുന്ന ക്രിസ്ത്യാനിയല്ല, പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനിയായി മാറാം. ജോയ് എന്ന് പറയുന്നത് ജീസസ് ഫസ്റ്റ്, അതേഴ്സ് നെക്സ്റ്റ്, യുവർ സെൽഫ് ലാസ്റ്റ് എന്നുള്ളതാണല്ലോ. ഇന്നലെ സാഗ്ബേറിന്റെ കഴിഞ്ഞ ദിവസം ഓൺലൈൻ മീറ്റിങ്ങിൽ വേറെ പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞ മുഴുവൻ കേട്ടില്ല. ആദ്യം വേറെ പറഞ്ഞത്, നിങ്ങള് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയോ, വൈഫിന് വേണ്ടിയോ, പിള്ളേർക്ക് വേണ്ടിയോ, സഭയിലുള്ളവർക്ക് വേണ്ടിയോ സ്വന്തം ജീവൻ നൽകുമോ? യേശുക്രിസ്തു ചെയ്ത് ശത്രുവിന് വേണ്ടി സ്വന്തം ജീവൻ നൽകുക ചെയ്തത്. അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അത് പിൻപറ്റാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രവൃത്തിയിലുള്ള ക്രിസ്ത്യാനിയെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ നിറയപ്പെടാൻ നമുക്ക് കൂടുതൽ താഴാം, കർത്താവിനോട് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. മഹത്വപ്പെടട്ടെ. നാം ഇന്ന് വായിച്ചതായ ആ ദൈവജനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യമാണ്. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്നുള്ള വാക്യമാണ് നാം വായിച്ചത്. ഇത് നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിന്റെ മുകളിലും താഴെയുമുള്ള വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ 10-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ പിതാവിനോടുള്ള സ്നേഹത്തെയും, അതിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് തമ്മിലുള്ള സ്നേഹത്തെയും. ഈ 11-ാം വാക്യത്തിലുള്ള സന്തോഷത്തെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന പിതാവിനോടുള്ള സ്നേഹത്തിന്റെയും തമ്മിൽ ഉള്ള സ്നേഹത്തിന്റെ ഇടയിലുള്ള കാര്യമായിട്ടാണ് സ്നേഹത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 10-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ
നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. 12-ാം വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു. കർത്താവായ യേശു പിതാവിനെ അനുസരിച്ചപ്പോൾ എപ്പോഴും ഈ സ്നേഹം, സന്തോഷം എന്ന് പറയുന്ന സ്നേഹത്തോട് എപ്പോഴും ചേർന്നിരിക്കുന്ന ഒരു വാക്യമാണ്. കാരണം പിതാവിന്റെ കൽപ്പനകളെ അനുസരിച്ചപ്പോൾ പിതാവിനുള്ള സ്നേഹത്തിന്റെ ഫലമായിട്ട് യേശുവിൽ വ്യാപരിച്ചതായ സന്തോഷം നമ്മുടെ ജീവിതത്തിലായാലും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ഫലമായുള്ള അനുസരണം ആണ് നമ്മളിൽ കൂടുതൽ സന്തോഷം നിറയ്ക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവാനിടയായിത്തീരും. അതുവഴി പിതാവിനോടുള്ളതായ നമ്മുടെ സ്നേഹം യേശുവിൽ വ്യാപരിച്ച പോലെ പിതാവിനോടുള്ള സ്നേഹവും തമ്മിലുള്ള സ്നേഹവും വർദ്ധിക്കുന്നത് വഴി ആ 11-ാം വാക്യത്തില് രേഖപ്പെടുത്തിക്കുന്ന ആ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്കും നയിക്കപ്പെടുക നമ്മൾ ഓരോരുത്തരെയും പിതാവായ ദൈവത്തിനുള്ള കൃപ തരട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഇവിടുന്ന് ഒരു വാക്കെടുത്തിട്ട് ജോയ്, ജോയിൽ ചില ആൾക്കാരുടെ പേരും ജോയ് എന്നാ വിളിക്കുന്നു. ഈ ജോയ് കർത്താവ് ഇന്ന് വായിച്ച വാക്യം യോഹന്നാന്റെ സുവിശേഷം 15:11 വായിച്ചത്. ദീസ് തിങ്സ് I have spoken to you, that my joy may remain in you, that your joy also may be full. അപ്പം എന്നിലും ഉണ്ടൊരു ജോയ്, കർത്താവിൻ്റെതായ കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എന്നിലുള്ള ജോയ്. അതിന് 12-ാമത്തെ വാക്യത്തിനാണ് ദിസ് ഈസ് മൈ കമാൻഡ്മെന്റ് ദാറ്റ് യു ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആ ജോയ് എന്നുള്ള വാക്ക് ഉണ്ട്, ശകലമൊക്കെ ഉണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടുള്ളതായ ജോയ് എൻ്റെ ജീവിതത്തിലില്ല. അത് ഞാൻ ഏറ്റു പറയുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നു. പലയിടത്തും ഈ ജോയ് എന്നുള്ളത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ്, ജോയ്. സെക്കൻഡ് വാക്കാണ് പറയുന്നത്. പലയിടത്തും ആ ഈ ജോയ് എന്നുള്ള വാക്ക് ഒത്തിരി സങ്കീർത്തനം സഹോദരന് പറയാറുള്ളത് 16:11 പറയാറുണ്ട്. അത് വായിക്കാവോ സഹോദര? ഇൻ ഹിസ് പ്രസൻസ് ദെയർ ഈസ് എ ഫുൾനെസ് ഓഫ് ജോയ്. കർത്താവിൻ്റെ പ്രസൻസിലാണ് ആ ഫുൾനെസ്, പൂർണ്ണത വരുന്നത്. ഞാനും എടുത്തോട്ടെ, അത് ഞാനൊന്ന് വായിക്കാം. അതെ, you will show me the path of life. In your presence is fullness of joy. അത് ദൈവം കാണിച്ചെങ്കിൽ മാത്രമേ യു വിൽ ഷോ മീ ദ പാത്ത് ഓഫ് ലൈഫ്. ജീവന്റെ എന്തോ അതൊന്ന് മലയാളമല്ലോ, ജീവന്റെ മാർഗം കാണിച്ചു തരും. കർത്താവിന്റെ വലത് ഭാഗത്തിരിക്കുന്ന പ്രമോദം വേണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ജോയ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവിന്റെ സഹായം. യോഹന്നാൻ 15-ാം 11-ാം വാക്യം ആണ് നമ്മളത് മെയിനായിട്ട് ചിന്തിച്ച വാക്യം. സന്തോഷത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ചും ബന്ധപ്പെടുത്തിട്ട് താഴെ വായിക്കുന്ന സമയത്ത് സന്തോഷവും സ്നേഹവുമായിട്ടുള്ള ഒരു കണക്ഷനെ കുറിച്ച് ആണ് അവിടെ പറയുന്നത്. ഇത്തവണ എനിക്ക് ആദ്യം സ്കൂളിൽ പഠിപ്പിക്കാൻ കിട്ടിയ ഒരു പോയമാണ് എനി വുമൺ എന്ന് പറയുന്നത്. കാതറിൻ ടൈനാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയറ്റസ് ആണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് 2 ലൈൻസ് ജീസസിനെ കുറിച്ച് തന്നെ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് സാധാരണ അങ്ങനെ വരാറുള്ളതല്ല. അതിനകത്ത് അങ്ങനെ ഒരു ആരുടെയും പരാമർശങ്ങൾ അങ്ങനെ വരുന്നതല്ല. കാരണം എല്ലാ തരത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ട കുട്ടികളൊക്കെ ഉള്ളതായതുകൊണ്ട് അങ്ങനെയുള്ള ലെസൺസ് ഒക്കെ ഒഴിവാക്കുന്നതാണ് പതിവ്. Thou whom a woman laid in a manger
ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അതാണ് ലാസ്റ്റ് 2 ലൈൻസ് ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഈ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത ആ ലൈനുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് തോന്നിയുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. അതായത് അവിടെ തൊട്ട് താഴെ നമ്മൾ 15-ാം അധ്യായത്തിലെ 11-ാം വാക്യം പറഞ്ഞതിന് തൊട്ട് താഴെയുള്ള 1-2 വാക്യത്തിന് താഴെ തന്നെ കൂട്ടുകാരന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹമില്ല എന്ന് പറയുന്ന വാക്യം കാണുന്നു. സ്നേഹവും സന്തോഷവും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചും അവിടെ പറയുന്നു. ആ കവിതയില് അമ്മയുടെ പ്രാർത്ഥനയാണ്, അതും ജീസസിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കലിത്തൊഴുത്തിൽ പിറന്ന അവനെ എന്ന് പറയുന്നത് ജീസസിനെ അഡ്രസ് ചെയ്തിരിക്കുന്നതാണ്. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ എന്ന് പറയുന്നത്, എന്റെ കുട്ടികൾ വളർന്ന് വലുതാകുന്നവരെ അത്രയും നാളെങ്കിലും എനിക്ക് എന്റെ ജീവൻ ഇട്ടിരിക്കണം എന്നുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന. അന്നേരം അവിടെയും കൂട്ടുകാരന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹമില്ല എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സ്വയം താഴ്ത്തുന്നതും ഒരു സെൽഫ്ലെസ്നെസ്, യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിന്റെ അവിടെ ഒരു സെൽഫ്ലെസ്നെസ്സും അതുപോലെ തന്നെ ഒരു ഫിയർലെസ്നെസ്സും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പം തൊട്ട് മുമ്പ് സംസാരിച്ച ബ്രദർ പറഞ്ഞതിന്റെ കൂട്ട് അവിടെ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഫിയർലെസ്നെസ്സും സ്നേഹവും ട്രൂത്ത്ഫുൾനെസ്സും എല്ലാം ഒരു കോമ്പിനേഷനാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വെൻ മിസ്ഫോർച്യൂൺ കംസ് ദേ കം ഇൻ ബാൻഡ്സ് എന്ന് പറയുന്നതിന്റെ കൂട്ട് ഈ പോസിറ്റീവ് ക്വാളിറ്റികളും നെഗറ്റീവ് ക്വാളിറ്റികളും എല്ലാം അത് ഇങ്ങനെ ഒരു ബാൻഡ് പോലെ തന്നെയാണ് വരുന്നത്. അന്നേരം ഇവിടെ ഏറ്റവും ഒരു പക്ഷേ വളരെ പ്രസക്തമായ ഒരു പ്രാർത്ഥനാ വിഷയം തന്നെയാണ് ഇന്നത്തേത്. എല്ലാ മനുഷ്യരും ആത്യന്തികമായി ഏത് മനുഷ്യനാണെങ്കിലും മെറ്റീരിയലിൽ ജീവിക്കുന്ന, ലൗകികമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആത്മീയമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ശാശ്വതമായി സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും അതിനുവേണ്ടിയാണ് ഓടുന്നത്. പക്ഷെ ഇവിടെ ദൈവികമായ സന്തോഷത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ദൈവികമായ സന്തോഷത്തെക്കുറിച്ച് പിതാവിൽ ഞാൻ അനുസരിച്ച് നടക്കുമ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം തന്നെ നിങ്ങളിലും ഉണ്ടാകണം, എന്റെ വചനങ്ങൾ അനുസരിക്കണം എന്ന് പറയുന്നത് അത് ഏറ്റവും ചിന്തനീയമായിട്ടുള്ള ഒരു വസ്തുതയാണ്. പക്ഷെ ഈ ഇവൻ എത്ര പേർക്ക് അത് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം, സന്തോഷത്തില് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ സ്വയം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. അതിലേക്ക് എത്തപ്പെട്ടവരുണ്ട്. അതൊരു സത്യം പറഞ്ഞാൽ വലിയ ഭാഗ്യവാന്മാരാണ് നമ്മളെല്ലാവരും. നമ്മളുടേതായ രീതിയിലും മറ്റുള്ളവരെ ആ ഒരു ഘട്ടത്തിലേക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഉയർത്തുന്നതിന് നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ചും സഹായിച്ചും മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം കൽപ്പിച്ച ദൈവവചനത്തിനായി ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, ദീസ് തിങ്സ് ഹാവ് ഐ സ്പോക്കൺ അണ്ടു യു that my joy might remain in you and that your joy might be full. ദൈവത്തിന്റെ സന്തോഷം എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നിറയാം എന്നുള്ളതാണ് നമുക്ക് കേട്ടത്. ദൈവം വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, when I relate myself with my surroundings, എൻ്റെ ജീവിതവും എൻ്റെ ചുറ്റുപാടുമായിട്ട് നോക്കുമ്പോൾ ദൈവവചനം പറയുന്നത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, ഡു നോട്ട് ബി ആൻഷ്യസ്, ഡു നോട്ട് വറി. പിന്നെ അതോടൊപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എപ്പോഴും സന്തോഷിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, സകലത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പക്ഷെ എപ്പോഴും സന്തോഷിക്കണം എന്നാണ് വേദപുസ്തകം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതും പഠിക്കുന്നതും നമ്മളോട് പറയുന്നത്. പക്ഷെ എന്റെ സാഹചര്യത്തിന്റെ അകത്ത് റിയലി ഐ ഡോണ്ട് നോ ഹൗ ടു ഫൈൻഡ് പീസ്, ഹൗ ടു ഫൈൻഡ് ജോയ്. അതെനിക്ക് എന്നെ വല്ലാതെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഈ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഭവനം കടന്നു പോകുന്ന അവസരമൊക്കെ ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ഞാൻ ചോദിക്കാറുള്ള കാര്യമാണ്, കർത്താവേ എങ്ങനെ ഞാൻ സന്തോഷിക്കും, എങ്ങനെ ഞാൻ സമാധാനം കണ്ടെത്തും? അറിയില്ല, റിയലി ഇടുന്നു. പക്ഷെ വേദോത്സവത്തിന് ഓരോ വിശ്വാസിയോടും പറയാനുള്ളത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ കാര്യം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഐ ആം ഫോർ ഷുവർ, കാരണം ദൈവം നമുക്ക് ദോഷമായിട്ട് കർത്താവ് ഒന്നും നമുക്ക് ചെയ്യുന്നില്ല, അവൻ ചെയ്യത്തുമില്ല. അത് ഞാൻ
പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യങ്ങൾ ദോഷമായിട്ട് കർത്താവ് ഒന്നും തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുമില്ല. കാരണം ഭൂമിയിലുള്ള പിതാവിനെക്കാളിലും മാതാവിനെക്കാളിലും നമ്മുടെ അൺകണ്ടീഷണൽ ലവ് ഒരു തീർച്ചയായിട്ടും ഉണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിൽ നമ്മൾ എത്തണം, തീർച്ചയായിട്ടും നമ്മൾ അതിലെത്തണം. പക്ഷെ എന്നാലും ഒരു ഒരു അൺകണ്ടീഷണൽ ഉണ്ടാവും. നമ്മുടെ ഭൂമിയിലുള്ള സ്നേഹം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ആ ഒരു ഇത്. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് അങ്ങനല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ മക്കളായി തന്നെ വളരണം. പക്ഷെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവം പറയുന്ന മൈ ജോയ്, എന്റെ സന്തോഷം, ആ കർത്താവിന്റെ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിട്ട് ആണ് കർത്താവ് പറയുന്ന എല്ലാവരും അധ്വാനിക്കുന്ന ഭാരം ചെയ്യുക, എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ റിവേഴ്സ് ഓഫ് ലൈഫ് അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നിറയണം. നമ്മൾ നിറഞ്ഞാൽ മാത്രമേ നമുക്കത് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനോട് ഈ പറയുന്ന കാര്യങ്ങള് ദൈവത്തിന്റെ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറയുവാൻ, എപ്പോഴും സന്തോഷിക്കാൻ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതിരിക്കാൻ. അത് മാനുഷികമായിട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് സാധ്യമാണ്. വിത്ത് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആ ഒരു ഇൻഡ്വെല്ലിംഗ്, പരിശുദ്ധാത്മാവിന്റെ ഇൻഡ്വെല്ലിംഗ് മാത്രമേ നമുക്ക് ദൈവവചന പ്രകാരം ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. നമ്മുടെ സ്വന്തം ബലത്തില് ഒന്നും നത്തിങ് ഈസ് ഗോയിങ് ടു വർക്ക് ഔട്ട്, ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ, കർത്താവിനാൽ മാത്രമേ സകലതും സാധ്യമായുള്ളൂ. അവന് കർത്താവ് പറയുന്നതല്ലേ യോഹന്നാന്റെ സുവിശേഷം, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ആ കർത്താവിനിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സന്തോഷം, ആ സ്വർഗ സന്തോഷം എൻ്റെ ഹൃദയത്തില്, എൻ്റെ മനസ്സിൽ നിറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എന്നിലൂടെ മറ്റുള്ളവരുടെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാൻ, അത് ദൈവനാമ മഹത്വത്തിനും ദൈവനാമ മുഖർച്ചയ്ക്കുമായി തീരണം. ഞാനത് ആഗ്രഹിക്കുന്ന ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവം ലഭിച്ച എന്ന് പറയുന്നത് നമ്മൾ കേട്ടത് സന്തോഷത്തെ കുറിച്ചാണ് കേട്ടത്. ഇപ്പോ സന്തോഷത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ, രണ്ട് തരം സന്തോഷം. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ജഡത്തിലുള്ള സന്തോഷമുണ്ട്. പിന്നെ നമ്മള് കർത്താവിനെ പറയുമ്പോൾ ആ ഒരു ആത്മിക യേശുവിനുള്ള സന്തോഷം. രണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള്, കാരണം നമുക്ക് വെറുത്തിനെസ് വരുന്ന കാര്യങ്ങൾ ജഡത്തിലുള്ള സന്തോഷം ചെയ്യുമ്പോൾ, പക്ഷെ അത് ശാശ്വതമല്ല. നമ്മള് കർത്താവിലുള്ള സന്തോഷിക്കുമ്പോൾ മാത്രമേ നമുക്കതൊരു ശാശ്വതം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളെ ഈ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ യൂത്തിനെ സംബന്ധിച്ച് കുറെ തരം ഒരു പ്രതിസന്ധികൾ നമ്മൾ കർത്താവിനെ അറിഞ്ഞു വരുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ കുറെ കാര്യങ്ങൾ സന്തോഷത്തെക്കുറിച്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, എന്റെ ക്ലാസ്സിൽ തന്നെ കുറെ പിള്ളേർക്ക് ഇവിടെ ക്ലാസ്സിലോട്ട് ഇന്റർവൽ ടൈം കയറാൻ പറ്റില്ല. ആ സമയത്ത് ലൈനായിട്ടിരിക്കും. അല്ലാതെ അവർക്കുള്ള സന്തോഷം, പിന്നെ ഗെയിമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു യൂത്തിനെ സംബന്ധിച്ചുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴേ അവർക്കുണ്ട്. അപ്പൊ നമുക്ക് ആ ഇന്റർവൽ ടൈമിൽ ഞാൻ ക്ലാസ്സിൽ കയറാറില്ല. ആ ഒരു സന്തോഷം ഇപ്പൊ പലവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്കെന്താ റിലേഷൻഷിപ്പ് ഇല്ലാതെ. ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു അണ്ടർ ഏജ് 18 താഴെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കർത്താവിനെ അറിയുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോഴേ ഇതിന്റെ പുറകിൽ പോകേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ സ്കൂളിൽ വരുന്നത് പഠിക്കാനും പിന്നെ നമ്മള് ഫ്രണ്ട്സിനെ കാണാനും ഒക്കെ നമ്മള് മെയിനായിട്ട് ഇപ്പൊ പോകുന്നത്. അപ്പൊ സന്തോഷത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യേശുവിലുള്ള പൂർണ്ണമായ ആനന്ദം എങ്ങനെയാ ചോദിച്ചാൽ, പിതാവായ ബന്ധത്തിലൂടെ നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം യേശുവിലോട്ടൊരു പറ്റിച്ചേരുമ്പോൾ നമ്മള് ആ ഒരു സ്വർഗത്തിലുള്ള സന്തോഷം നമുക്ക് ലഭിക്കും. അപ്പം എനിക്ക് സന്തോഷമുള്ള ഇങ്ങനെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ലോകത്തുള്ള സന്തോഷം കൂടുതലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ
പക്ഷെ നമ്മളെ വചനം കേൾക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ യേശുവിനെ അറിയുമ്പോൾ നമ്മൾ ആ ഒരു സന്തോഷത്തിന്റെ പുറകെ പോവാതെ കർത്താവിലോട്ടൊരു കർത്താവിന്റെ ഒരു മകനായി വളർന്ന ആ സന്തോഷത്തിലോട്ട് വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നു.